മൊത്തത്തിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ വിക്രത്തിന് വാസവനെയാണ് സംശയം. വാസവനെങ്ങാനും അച്ഛനെ പിടിച്ചോണ്ട് പോയതാണോ, എന്നോടുള്ള വിരോധം കൊണ്ട് പിടിച്ചോണ്ട് പോയതാണോ എന്ന് വിക്രത്തിന് സംശയമുണ്ട്. അവൻ്റെ കുത്തിന് പിടിച്ചു ചോദിച്ചാൽ അപ്പോൾ ഉത്തരം പറയുമെന്ന് വിക്രം പറയാണ്. അപ്പോൾ രാജേട്ടൻ പറയാണ്, നീ അതിനൊന്നും പോകണ്ട, ഇപ്പോൾ ശബരിമലയിൽ പോകാൻ മാല ഇട്ടിരിക്കുകയാണ്, ഈ മാല ഇട്ടുകൊണ്ട് അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയാണ്. വിക്രം പറയാണ്, മാലയാണ് തടസ്സമെങ്കിൽ അതങ്ങ് ഊരി വെച്ചാൽ പോരെ, അതോടെ പ്രശ്നം അങ്ങ് മാറിക്കിട്ടുമല്ലോ എന്ന് പറയാണ്. അപ്പോൾ രാജേട്ടൻ പറയാണ്, നീ മാല ഇട്ടുകൊണ്ട് ഭഗവാനോട് കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വിവരം അറിയും വിക്രം, അതൊന്നും നീ ഇപ്പം ചിന്തിക്കണ്ട. നീ വേറെ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കൂ. ചിലപ്പോൾ അച്ഛൻ കുറച്ച് ദിവസത്തേക്ക് മാറി നിന്നതോ, അല്ലെങ്കിൽ നിന്നോട് ചെയ്ത തെറ്റിന് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രം സന്ദർശിക്കാൻ പോയാണെങ്കിലോ എന്ന് വിക്രത്തിനോട് അനിക്കുംകുട്ടനും രാജേട്ടനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് വിക്രം. വീട്ടിലാണെങ്കിൽ കമലാമ്മയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് മാഷിനെ കാണാത്തത്. മാഷ് എവിടെ പോയെന്നൊന്നും അറിയാത്തത് കൊണ്ട് കമലാമ്മ ഭയങ്കര സങ്കടത്തിലാണ്. നമ്മുടെ വിഷു ആണെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരുന്ന് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. ശ്രീജ വന്ന് ചോദിക്കുകയാണ്, എന്താ വിഷുട്ടാ ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെ ഇരുന്നത് കൊണ്ട് അച്ഛൻ തിരിച്ചു വരത്തില്ലല്ലോ. അച്ഛൻ എന്തായാലും തിരിച്ചു വരും, വിഷമിക്കുകയൊന്നും വേണ്ട. അച്ഛൻ എവിടെ പോകാനാണ്? നമ്മളെ വീട്ടിൽ അച്ഛൻ അങ്ങനെ മാറി നിൽക്കാനൊന്നും പറ്റത്തില്ല. അച്ഛൻ വരും, തീർച്ചയായിട്ടും വരും എന്ന് പറയാണ്. അപ്പം വിശ്വം പറയാണ്, അച്ഛൻ എന്തെങ്കിലുമൊക്കെ വഴക്കൊക്കെ പറയാമെന്നെങ്കിലും അച്ഛനില്ലാതെ പറ്റത്തില്ല. അച്ഛൻ എത്രയും പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വന്നാൽ മതി. ഇനി അച്ഛന് എന്തെങ്കിലും പറ്റി കാണുമോ എന്ന് വിശ്വം പറയാണ്. ഒന്നും പറ്റി കാണത്തില്ല, വിശ്വട്ടെ സങ്കടപ്പെടാതെ, അച്ഛൻ ഉടനെ വരുമെന്ന് ശ്രീജ സമാധാനിപ്പിക്കുകയാണ്. സമയത്താണെങ്കിൽ മാഷിനെ പിടിച്ചുകൊണ്ട് പോയേക്കുന്ന ശ്രീകാന്താണല്ലോ. മാഷിനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങാനുള്ള ഇഞ്ചക്ഷനും കൊടുത്ത് എത്തിയേക്കുവാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, ഇങ്ങനെയൊന്നും കടത്തിയാൽ പറ്റത്തില്ല, എന്തെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ നീ കുടുങ്ങും. അതുകൊണ്ട് ഇടയ്ക്ക് ഉണരുമ്പോൾ ആഹാരവും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമൊക്കെ ഒപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് വീണ്ടും പതുക്കെ മരുന്ന് വെച്ചു കൊടുക്കണം. നമ്മൾ ആരുടെയും മുഖം കാണാൻ പാടില്ല, നമ്മളാണെന്ന് അയാൾക്ക് സംശയം പോലും തോന്നാൻ പാടില്ല. നിനക്കറിയാമല്ലോ വേദയുടെ സ്വഭാവം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മൾ തീരുമാനിച്ച പോലെ പ്ലാൻ ഉടനെ നടപ്പാക്കണം. ഇനി കൂടുതൽ കാത്തിരിക്കാൻ പറ്റത്തില്ല. ഈ മനുഷ്യനെ ഇവിടെ കൂടുതൽ നേരം ഇട്ട് പിടിച്ചു വെക്കാനും പറ്റത്തില്ല എന്ന് ചന്ദ്രശേഖരനാണെങ്കിൽ ശ്രീകാന്തിനോട് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എല്ലാം നടപ്പാക്കും. അവൾ നിയമം കൊണ്ട് യുദ്ധം ചെയ്യുന്നതിന് സമയമൊക്കെ കൊടുക്കത്തില്ല എന്ന് പറയുകയാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിരിക്കണം എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്. എങ്കിൽ ഉടനെ തന്നെ അത് നടപ്പാക്കും എന്ന് ശ്രീകാന്ത് ചന്ദ്രശേഖരൻ്റെ അടുത്തും പറയുന്നുണ്ട്. അങ്ങനെ വിക്രമാണെങ്കിൽ വർക്ക്ഷോപ്പിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയാണെങ്കിൽ ആഹാരമൊന്നും കഴിക്കാതെ തളർന്നു കുത്തിയിരിക്കുകയാണ്. അപ്പം കമലാമ്മയുടെ അടുത്ത് വിക്രം എന്ന് പറയണം, അമ്മ ഇങ്ങനെ ഒന്നും കഴിക്കാതിരുന്നാൽ ശരിയാവത്തില്ല, വല്ല ആഹാരമൊക്കെ കഴിക്കണം. ശ്രീചേട്ടത്തി എന്തെങ്കിലുമൊക്കെ അമ്മയ്ക്ക് തിന്നാൻ ആഹാരം കൊടുക്കണം. ഞാൻ കൊടുക്കുന്നുണ്ട് വിക്രം, പക്ഷേ അമ്മയൊന്നും കഴിക്കുന്നില്ല എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, അമ്മ വിഷമിക്കേണ്ട, അച്ഛൻ തിരിച്ചു വരും. അച്ഛൻ തിരിച്ചു വരാതെ എവിടെ പോവാനാ? പിന്നെ ഇതിൻ്റെ ഏട്ടത്തി പറഞ്ഞതുപോലെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ആരെയും വെറുതെ വിടത്തില്ല. എൻ്റെ അച്ഛന് എന്തെങ്കിലും ഒരു പോറൽ പോലും പറ്റിയാൽ പിന്നെ അവർ ഈ ഭൂലോകത്ത് കാണത്തില്ല എന്നൊക്കെ വിക്രം പറയുന്നുണ്ട്. അപ്പം കമലമ്മ പറയാണ്, എൻ്റെ മാഷിന് എന്ത് പറ്റിക്കാണും വിക്രം എന്നും ചോദിച്ചുകൊണ്ട് വിക്രത്തെ കെട്ടിപ്പിടിച്ച് കരയാണ്. ആ സമയത്താണ് കുറേ പോലീസുകാരും ആയിട്ട് SI വരുന്നത്. SI ആണെങ്കിൽ ശ്രീകാന്തിൻ്റെ ആളാണല്ലോ, അതുകൊണ്ട് തന്നെ അയാൾക്ക് വിക്രത്തെ ഒട്ടും കണ്ടുകൂടാ. പോലീസ് വരുന്ന കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ഓടിച്ചെല്ലുകയാണ്. മാഷിൻ്റെ വിവരം എന്തെങ്കിലും പറയാനായിരിക്കും എന്ന് വിചാരിച്ച് എല്ലാവരും, വിനായകനും വിഷു എല്ലാവരും കൂടെ ചെല്ലുന്നുണ്ട്. അപ്പം വിക്രം ചോദിക്കണം, എന്താ സാറേ, എന്താ വന്നേ എന്ന് ചോദിക്കുകയാണ്. അല്ല, നിങ്ങളൊരു മാൻ മിസ്സിങ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് കൂടുതൽ അന്വേഷിക്കാൻ വന്നതാണ്, എന്താ ഉണ്ടായേ എന്ന് ചോദിക്കണം. അപ്പം വിക്രം പറയാണ്, ഞങ്ങളിങ്ങനെ ഒരു യാത്ര പോയതായിരുന്നു, ഒരു തീർത്ഥാടന യാത്ര. അവിടെ വെച്ച് അച്ഛനാണെങ്കിൽ സുഖമില്ലാതായി, അങ്ങനെ ഹോസ്പിറ്റലായി. അവിടെ നിന്നാണ് അച്ഛനെ മിസ്സായത്. അപ്പം നിങ്ങളൊക്കെ എവിടെ പോയിരുന്നെന്ന് ചോദിക്കണം. അത് ഞങ്ങളൊക്കെ റൂമിലായിരുന്നു. നിങ്ങളെല്ലാവരും റൂമിലാക്കിയിട്ട് അയാളെ തന്നെ ഒറ്റയ്ക്ക് ഹോസ്പിറ്റലിൽ എത്തിയോ എന്ന് ചോദിക്കണം. അത് വിനായകേട്ടനുണ്ടായിരുന്നു. അച്ഛനാണെങ്കിൽ രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഫോട്ടോജ് അതിനകത്തുണ്ട് എന്ന് വീഡിയോ ക്ലിപ്പിംഗ് കിട്ടിയിട്ടുണ്ട് എന്ന് വിക്രം പറയണം. ഓ, അപ്പം അയാൾ തന്നെ ഇറങ്ങിപ്പോയെന്ന് ഉറപ്പാണ്, നിൻ്റെയൊക്കെ സ്വഭാവം കൊണ്ട് ഇറങ്ങിപ്പോയതായിരിക്കും എന്ന് SI പറയാണ്. അപ്പോൾ വിക്രമൻ അതങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇതാ പറയാണ്, അച്ഛനെ കാണാനില്ലെന്നുള്ള പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എന്തെങ്കിലും അന്വേഷണം ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ SI പറയാണ്, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങൾ അറിയിക്കും. ഇപ്പം ഇന്നത്തെ പോയതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അന്വേഷിക്കാനാണ് ഞങ്ങൾ വന്നതെന്ന് SI പറയുകയാണ്. അവരുടെ അടുത്ത് ഓരോ കാര്യം ചോദിക്കുകയാണ്. അപ്പോൾ അവസാനം SI പറയാണ്, ഇപ്പം എവിടെയെങ്കിലും അയാൾ ചത്ത് പൊന്നി കാണുമായിരിക്കും എന്ന് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്ത് കാണും എന്ന് പറയണം. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രമിന് ദേഷ്യം വന്ന്, ആവശ്യമില്ലാത്ത ഒന്നും പറയല്, അല്ല ഇട്ടെന്ന് വെച്ച് ഞാൻ പ്രതികരിക്കത്തില്ലെന്ന് വിചാരിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് SI നേരെ അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴത്തേക്ക് വേദയും വിഷു എല്ലാവരും പിടിച്ചു മാറ്റുന്നുണ്ട്. വേറെയാണ്, നീ കൂടുതൽ തിളച്ചുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ നീ അകത്ത് കിടക്കും, അറിയാലോ പോലീസിന് നേരെ വന്നാൽ എന്താ അനുഭവം എന്ന് വിശ്വം പറയണം. അടങ്ങ് വിക്രം എന്ന് പറഞ്ഞിട്ട് വിക്രത്തെ പിടിച്ചു മാറ്റുന്നുണ്ട്. പറഞ്ഞ് പോലീസ് അങ്ങ് പോവുകയാണ്. അപ്പം വിശ്വം പറയാണ്, നീയാണെങ്കിൽ അവരുടെ നേരെ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ പിടിച്ച് അകത്തിടും,
അപ്പം അച്ഛനെ കാണാത്ത സാഹചര്യത്തിൽ നീയും കൂടെ അകത്തായി കഴിഞ്ഞാൽ അമ്മയ്ക്കത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അതും കേട്ടുകൊണ്ട് കമലാമ്മ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പം കൂടെ അപ്പുമോളും പോകുന്നുണ്ട്. അങ്ങനെ കമലാമ്മയാണെങ്കിൽ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മാഷിന് എന്തോ പറ്റിക്കാണും, എൻ്റെ മാഷിന് എന്തെങ്കിലും ആപത്ത് പറ്റിക്കാണുമോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കുറേ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടെ അപ്പുമോളും ഉണ്ട്. അങ്ങനെ മാഷിനെ കാണാത്തതിൻ്റെ പേരിൽ എല്ലാവരും ഭയങ്കര സങ്കടത്തിലാണ്. അങ്ങനെ പിറ്റേന്നാണെങ്കിൽ ഓഫീസിലേക്ക് വേദ പോവുകയാണ്. എല്ലാം നോക്കി ഇങ്ങനെ വേദ പോകുമ്പോൾ ഒരു വണ്ടി പെട്ടെന്ന് കൊണ്ട് നിർത്തി വേദയെ പിടിച്ച് വണ്ടിക്കകത്തേക്ക് കയറ്റുന്നുണ്ട്. വേദയ്ക്കൊന്ന് ബഹളം വെക്കാനോ ഒന്ന് എങ്കിലും വിളിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുമ്പേ അവർ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വേദയെ പിടിച്ച് വണ്ടിക്കകത്ത് കയറ്റി മുഖത്താണെങ്കിൽ തുണി വെച്ചാണെങ്കിൽ മറയ്ക്കുകയാണ്. വേദയാണെങ്കിൽ വിടെന്ന് പറഞ്ഞ് കുറേ ബഹളം വെക്കുന്നുണ്ട്. പക്ഷേ അവർ പിടിച്ച് കെട്ടി വേദയാണെങ്കിൽ ഒരിടത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. വിജനമായ സ്ഥലത്തേക്കാണ് വേദയെ കൊണ്ടുവരുന്നത്. അവിടെ ആണെങ്കിൽ അവരൊരു തൂണിലാണെങ്കിൽ കെട്ടിയിടുകയാണ്. വേദയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, ആരാണ് പിടിച്ചുകൊണ്ട് വന്നത് എന്തുവാണെന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോഴാണ് ശ്രീകാന്തും ചന്ദ്രശേഖരനും കുറേ ഗുണ്ടകളും എല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പം അവരോട് പറഞ്ഞ് ഗുണ്ടകളടുത്ത് പറയുകയാണ്, മുഖത്തെ തുണി മാറ്റാൻ പറയുകയാണ്. അപ്പം വേദയാണെങ്കിൽ തുണി മാറ്റുമ്പം കാണുന്ന ഫ്രണ്ടിലിരിക്കുന്ന ശ്രീകാന്തിനെ എങ്ങനെ ഞെട്ടിപ്പോവാണ്. ശ്രീയേട്ടനാണോ എന്നെ പിടിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുകയാണ്. ചന്ദ്രശേഖരൻ അങ്ങോട്ട് വന്നിട്ട് പറയാണ്, ഞാനും ഉണ്ട് കൂടെ എന്ന് പറയാണ്. പിടിച്ചോണ്ട് വന്നത് ഞങ്ങൾ തന്നെയാണ്. ശ്രീയേട്ടൻ എന്ത് മണ്ടത്തരയി കാണിക്കുന്നത്, എന്നെ പിടിച്ചോണ്ട് വന്നത് എന്തിനാ, എന്ത് കാര്യത്തിനാണ് ശ്രീയേട്ടൻ എന്നെ പിടിച്ചോണ്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. എന്നോട് ഞങ്ങൾ പല വട്ടവും പറഞ്ഞു ആ വിക്രത്തെ ഉപേക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വരാൻ. അപ്പം നിനക്ക് പറ്റത്തില്ല, വന്ന് മോനെയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ പറഞ്ഞപ്പോൾ നിനക്ക് പറ്റത്തില്ല. വേദയാണെങ്കിൽ ചന്ദ്രശേഖരനെ നോക്കിയിട്ട് പറയും, ഞാൻ നിങ്ങളുടെ മോനെ കല്യാണം കഴിക്കണമെന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഉദ്ദേശത്തോടൊന്നും അല്ലല്ലോ. പേരിലുള്ള സ്വത്ത് നിങ്ങൾക്കും കൂടെ അവകാശമുള്ളതായി മാറും. നിങ്ങളുടെ മോൻ്റെ അവകാശമാകുമ്പോൾ നിങ്ങൾക്കും കൂടെ അവകാശമുള്ളതായി മാറും. അതുകൊണ്ടാണ് നിങ്ങളുടെ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുന്നത് എന്ന് വേദ പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, അത് തന്നെയാണ് ഉദ്ദേശം. അപ്പോൾ വേദ പറയാണ്, ഞാൻ ശ്രീകണ്ഠൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് നിങ്ങളുടെ സ്വത്തോ പണമോ ഒന്നും വേണ്ടെന്ന്, പിന്നെ എന്നെ എന്തിനാ ഇപ്പം പിടിച്ചോണ്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എൻ്റെ കാര്യം നോക്കി ജീവിക്കുകയല്ലേ എന്ന് വേദ പറയാണ്. ശ്രീകാന്ത് പറയാണ്, നിനക്ക് സ്വത്തും പണമൊന്നും വേണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, അതല്ല എൻ്റെ പേരിൽ എഴുതി തന്നേരെ, അതോടെ ഞാനും നീയും തമ്മിലുള്ള പ്രശ്നം തീരും. പിന്നെ നീ എങ്ങനെയോ ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞു, അത് ശ്രീകാന്ത് പറഞ്ഞ ന്യായം, പിന്നെ ഞാൻ എൻ്റെ മോനെ കെട്ടണമെന്ന് നിന്നോട് പറയത്തുമില്ല എന്ന് പറയാണ്. ഏതൊക്കെയാണ് അതിനാണോ ശ്രീയേട്ടൻ എന്നെ പിടിച്ചോണ്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. എന്നെ പിടിച്ചോണ്ട് വന്ന സ്ഥിതിക്ക് ഞാനത് എഴുതി തരാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയാണ്. ചന്ദ്രശേഖരൻ പറയാണ്, നീ അത് എഴുതി തന്നേ പറ്റൂ, ഇനി അത് എഴുതി തരാതിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അതോടെ പറയാണ്, എഴുതി തന്നില്ലെങ്കിൽ നീ ആണെങ്കിൽ ഇപ്പം തപ്പി നടക്കുന്നല്ലോ, നീയും നിൻ്റെ ഭർത്താവ് വിക്രവും കൂടെ എല്ലാവരും കൂടെ തപ്പി നടക്കുന്ന നിൻ്റെ അമ്മായിപ്പനുണ്ടല്ലോ കാശ്, ആ പാവപ്പെട്ടൻ്റെ ജീവൻ അങ്ങ് നഷ്ടപ്പെടും എന്ന് ശ്രീകാന്ത് പറയാണ്. കേൾക്കുമ്പോഴത്തേക്ക് വേദ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ്. എന്താ ശ്രീയേട്ടൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ, നീയും നിൻ്റെ ഭർത്താവും കുടുംബവും അന്വേഷിച്ചെടുക്കുന്ന മാഷ് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. ഞാൻ ആ പാവം പിടിച്ച മാഷിനെ തട്ടിക്കൊണ്ടു പോകരുത്, അയാൾ ജീവനോടെ പുറത്ത് വരണോ വേണ്ടേ തീരുമാനിക്കേണ്ട നീയാ എന്ന് ശ്രീകാന്ത് പറയാണ്. അപ്പം ചന്ദ്രശേഖരൻ പറയാണ്, അത് തന്നെ വേദയാണ് ഇനി തീരുമാനിക്കേണ്ടത്, ആ പാവം പിടിച്ച മനുഷ്യൻ ഇനി ജീവിക്കണോ വേണ്ടേന്ന്. നീ ഇതിനകത്ത് സൈനിട്ട് എല്ലാം ഞങ്ങൾക്ക് എഴുതി തന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് വീട്ടിലെത്തും, ഇല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു തീരുമാനം എടുക്കും എന്ന് പറയാണ്. അപ്പം വേദ ശ്രീകാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എൻ്റെ ചേട്ടൻ ഇത്രയ്ക്ക് അധപ്പതിച്ച് പോയോ എന്ന് ചോദിക്കുകയാണ്. ശ്രീകാന്ത് പറയാണ്, നീ കൂടുതൽ സംസാരിക്കാതെ എത്രയും പെട്ടെന്ന് ഇതിനകത്തൊക്കെ ഉപ്പിട്ട് തന്നു കഴിഞ്ഞാൽ നിനക്ക് എത്രയും പെട്ടെന്ന് സുധാകരൻ മാഷിനെയും കൊണ്ട് ഇവിടുന്ന് പോകാം, ഇല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അപ്പോൾ വേദ പറയാണ്, ഞാൻ ഒപ്പിടത്തില്ല, ഞാൻ ഒപ്പിടുമെന്ന് ശ്രീയേട്ടൻ ഒരിക്കലും വിചാരിക്കണ്ട എന്ന് പറയാണ്. ശ്രീകാന്ത് വേദ ഇങ്ങനെ ദേഷ്യം നോക്കുകയാണ്. ഇതൊക്കെയാണ് ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.